കുറുപ്പിൻ്റെ ഉറപ്പ് പോലാണ് എന്നൊരു ചൊല്ല് മലയാള ശൈലിയിലുണ്ട്. അതുപോലെയാണിപ്പോൾ ട്രംപിൻ്റെ വാക്ക്. ഒരു വിലയില്ലാത്ത വാക്കുകൾ. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സ്വയം ഒരു കൊമേഡിയനായിട്ട് മാറുകയാണോ? അദ്ദേഹം ഒരു കൊമേഡിയൻ അല്ലായിരുന്നു, ഒരു വ്യവസായിയായിരുന്നു. ഒന്നാം ട്രംപ് കുഴപ്പമില്ലാതെ പോയി. പക്ഷേ രണ്ടാം ട്രംപ് വന്നപ്പോൾ 2 വയസ്സുള്ള ഒരു കുട്ടിയുടെ ായിട്ടുള്ള ബാലകബുദ്ധിയാണ് അദ്ദേഹത്തെ ഭരിക്കുന്നതെന്ന് തോന്നുന്നു. അതുമാതിരിയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും സൂപ്പർ പവറെന്നും സൂപ്പർ പോലീസെന്നും ഒക്കെ അഭിമാനിക്കുന്ന, ലോകത്തിൻ്റെ ഭാഗധേയങ്ങൾ നിർണ്ണയിക്കുന്നത് ഞങ്ങളാണെന്നൊക്കെ പറയുന്ന ഒരു രാജ്യം, അതിൻ്റെ പ്രസിഡന്റ് നടത്തുന്ന ഈ വാക്കുകൾക്കൊരു വിലയില്ല, നിമിഷം പ്രതി മാറ്റി പറയുന്ന ഒരാളിൻ്റെ ഈ വാക്കുകൾ അവരുടെ രാജ്യത്ത് പോലും വില കൽപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വലിയ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. ജോർജ് വാഷിങ്ടണും എബ്രഹാം ലിങ്കണും ഐസൻ ഹോവറും അതുപോലെ തന്നെ കെന്നഡിയും ഒക്കെ ഇരുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹം ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രസിഡന്റുമാരിലെ ഏറ്റവും വലിയ കോമാളികളിൽ ഒരാളായിട്ട് മാറിപ്പോയി എന്ന് പറയുമ്പോൾ അതൊരു ഒട്ടും സന്തോഷത്തോടു കൂടി പറയുന്ന കാര്യമല്ല. പക്ഷേ സ്ഥിതി അതാണ്. നമ്മൾക്കറിയാം, ചുങ്കത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ദിനംപ്രതി എന്നോണം മാറ്റിക്കൊണ്ടിരുന്നു വാക്കുകൾ. ലോകത്തെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. താനിതെന്താണ് ചെയ്യുന്നതെന്നറിയാതെ, പറയുന്നതെന്നറിയാതെ അദ്ദേഹം പ്രവർത്തിച്ചു. കാര്യമായ കുഴപ്പമെന്തോ സംഭവിച്ചിട്ടുണ്ട്. ട്രംപ് 1-നും 2-നും ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെന്നോ നേരാണ്. അദ്ദേഹം അത് അവിടുത്തെ പാസ്റ്റർമാരെ കൊണ്ടൊക്കെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ അത് കൂടുതൽ വഷളാവുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഈ സ്ഥിരതയില്ലാത്ത, ഇതുപോലെ ക്രൂഷ്യലായിട്ടുള്ള ഒരു യുദ്ധത്തിൽ ലോകത്തിൻ്റെ തന്നെ സർവ്വ സംഹാരകമായ നാശത്തിലേക്ക് നയിക്കാവുന്ന ഒരു യുദ്ധത്തിൽ പറയുന്ന വാക്കുകൾ പഠിച്ച ശേഷമല്ല, അല്ലെങ്കിൽ വേണ്ടത്ര ഹോംവർക്ക് ചെയ്തിട്ടല്ല. അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം ആ സ്ഥാനത്തിൻ്റെ അധികാരത്തിൻ്റെ ശക്തി കൊണ്ട് ലോകത്തിൻ്റെ നാശത്തിനോ ഹിതത്തിനോ രണ്ടിൽ ഏതെങ്കിലും ഒന്നിനായിട്ട് ഭവിക്കാം. അങ്ങനെ ഇരിക്കെ ഒരു ഉത്തരവാദിത്വമില്ലാത്ത പ്രൊവക്കേഷൻസാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രൊവക്കേഷൻസ് വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റി, അതാണിപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത് നിരന്തരമെന്നാണ്. ജപ്തിയുടെ കാര്യത്തിൽ 25, പിന്നെ 50, പിന്നെ 200 എന്നൊക്കെ വാക്കുകൾ മാറ്റിക്കൊണ്ടിരുന്നു ഓരോ രാജ്യത്തിനും. അവിടെ ഇരുന്നൊരു കസേരയിൽ ഇരുന്ന് അദ്ദേഹം ഒപ്പിട്ടുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒപ്പിടുന്ന ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരു ദേഷ്യം അദ്ദേഹത്തിനുള്ളതുകൊണ്ട് ഒരു വട്ടനിരുന്ന് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. സുപ്രീം കോടതി തന്നെ പിന്നെ സമ്മതിച്ചല്ലോ. അത് അമേരിക്കൻ ഫെഡറൽ സുപ്രീം കോടതി തന്നെ സമ്മതിച്ചു. അതായത് ഇദ്ദേഹം ചെയ്തത് ഇദ്ദേഹത്തിന് അധികാരമുള്ള കാര്യങ്ങളല്ല. എന്തൊരു നാണക്കേടാണ്. തനിക്ക് അധികാരമില്ലാത്ത കാര്യങ്ങൾ താൻ ചെയ്തു എന്ന് സുപ്രീം കോടതി പറയുന്നു. അവിടെ അദ്ദേഹം ഈ ഇവാഞ്ചലിക്കൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളുകളെയാണ് സുപ്രീം കോടതിയിൽ എടുത്തിരിക്കുന്നത്. അവിടെ അങ്ങനൊരു പ്രത്യേക അധികാരമുണ്ട് പ്രസിഡന്റിന്. ആരൊക്കെ ആയിരിക്കണം ജഡ്ജിമാരെന്ന് തീരുമാനിക്കുന്ന അദ്ദേഹം, ട്രഷറി സെക്രട്ടറിയെ തീരുമാനിക്കുന്ന അദ്ദേഹം ട്രഷറി സെക്രട്ടറി ആദ്യം തന്നെ ഇദ്ദേഹത്തിനോട് അഭിപ്രായ വ്യത്യാസം കൊണ്ടുപോയി. ഇപ്പോൾ മറ്റൊന്ന് സംഭവിച്ചിട്ടുള്ളത്, ലോകമാകെയുള്ള ഭീകരവാദത്തെ നിരീക്ഷിക്കുന്ന അമേരിക്കൻ സെക്രട്ടറി എന്നാണ് അവിടെ പറയുന്നത്. ആ സെക്രട്ടറി ജാക്ക് കെൻ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഞാൻ ഓർമ്മിക്കുന്നത്. ആ കെൻ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ എന്തായാലും സർനെയിം. ആ കെൻ്റ് രാജിവെച്ച് പോയി. ഇദ്ദേഹം എന്തൊക്കെയാണ് ഈ കാണിക്കുന്ന വട്ട് കാണിക്കുന്നത്, എനിക്കിതിനോടൊപ്പം നിൽക്കാൻ പറ്റില്ല, എനിക്ക് മന്ത്രിപദം വേണ്ട എന്ന് പറഞ്ഞ് രാജ്യത്തോട് സ്നേഹമുള്ള, ലോകത്തോട് സ്നേഹമുള്ള, ഉത്തരവാദിത്തമുള്ള കെൻ്റ് രാജിവെച്ച് പോയി. ജോർജ് വാൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ ഈ അഗ്രസീവായിട്ടുള്ള മെഷേഴ്സിനെല്ലാം അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കാറുള്ള ജോർജ് വാൻസ് കടുത്ത അഭിപ്രായ വ്യത്യാസമാണ് പ്രകടിപ്പിച്ചത്. കാരണം അമേരിക്കൻ താല്പര്യങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടാക്കാത്ത ഇറാന് നേരെ ഇപ്പോൾ യുദ്ധം ചെയ്യാൻ പോയത് ജൂത ലോബിയുടെ ഉപദേശം കേട്ടുകൊണ്ടാണ്. അത് സർവനാശത്തിലേക്കുള്ള ഒരു പോക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതായിട്ടാണ് അറിയുന്നത്. അതായത് ഇസ്രായേലാണ് യുദ്ധത്തിന് അദ്ദേഹത്തെ ഓർക്കാപ്പുറത്തുള്ള യുദ്ധം, ചർച്ചകൾ നടന്ന് പുരോഗതി ഉണ്ടായി എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം യുദ്ധം. എന്ത് സ്ഥിരതയാണ് അതിനുള്ളത്? ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമ്മളെങ്ങനെ വിശ്വസിക്കും? ഇദ്ദേഹത്തെ എങ്ങനെ വിശ്വസിക്കും? ഇദ്ദേഹം ഭരിക്കുന്ന അമേരിക്കയെ നമ്മളെങ്ങനെ വിശ്വസിക്കും? വല്ലാത്ത ഒരു വിധി വൈപര്യത്യമാണ് വന്നിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ തീരുമാനങ്ങളൊക്കെ ലോകത്തെ ആകെ ബാധിക്കും. നമ്മുടെ വീട്ടമ്മമാരെ, അടുക്കളകളെ, നമ്മുടെ കുട്ടികളെ, ലോകത്തെമ്പാടുമുള്ള ദാരിദ്ര്യത്തെ അതാളിക്കത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഓൾറെഡി. ലോകം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണ്ടും കൂപ്പുകുത്തിക്കൊണ്ടുവരികയാണ്. കോവിഡ് കാലത്തുണ്ടായ പ്രതിസന്ധിയെ അതിജീവിച്ചു കൊണ്ടുവന്ന ലോകം വീണ്ടും ഇപ്പോൾ അതിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആരാ വരുത്തി വെച്ചത്? ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒറ്റ മനുഷ്യൻ വരുത്തി വെച്ചതാണ്. ഇസ്രായേൽ ഇറാനുമായിട്ട് യുദ്ധം നടത്തത് ഇയാൾക്ക് എന്താ അധികാര്യം?
2 ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവർ നടത്തട്ടെ, ആ യുദ്ധം നടത്തട്ടെ. ഇയാളൊക്കെ എന്തിനാണ് ഇതിനായിട്ട് ഇടപെട്ട് ഒരു പക്ഷം പിടിക്കുന്നത്? ഇയാൾ വരികയാണെങ്കിൽ സമാധാനത്തിൻ്റെ ദൂതനായിട്ട് വന്ന് ആ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കേണ്ട ഒരു രാജ്യം ഇപ്പോൾ യുദ്ധത്തിൽ കയറി അങ്ങ് കടന്നു പ്രവേശിച്ചിരിക്കുക, ഭൂതാവിഷ്ടനായതുപോലെ. ഇത് വല്ലാത്ത നമ്മൾക്ക് നിരാശയുണ്ടാക്കുന്ന, അതുപോലെ തന്നെ പേടിയുണ്ടാക്കുന്ന. അപ്പോൾ ഇനി നാളെ എങ്ങനെയെങ്കിലും തീരുമാനമെടുത്താൽ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുമെന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരന്മാരെക്കാൾ വലിയ ഭീകരനായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അധികാരം കൊണ്ടുകൂടി. ഭീകരന്മാർക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് അധികാരമില്ല, ഭീകരത മാത്രമേ ഉള്ളൂ. ഇദ്ദേഹത്തിന് അധികാരമുണ്ട്, ഭീകരതയുണ്ടെന്നുള്ളതാണ് ലോകത്തെ ഇപ്പോൾ ആവർത്തലാക്കി തീർക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്ന കലിയുഗ ഇതാണോ, കൽക്കി ഇദ്ദേഹമാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അത് അദ്ദേഹത്തിനോട് വിരോധം കൊണ്ടോ പ്രജഡിസ് കൊണ്ടോ പറയുന്നതല്ല, സത്യമാണ്. ഇപ്പോൾ എത്ര മലയാളികളാണ് അവിടെ മരിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ? വല്ല കാര്യമുണ്ടോ സമാധാനമായിട്ടുള്ള ജീവിച്ചിരുന്ന ഒരു രാജ്യത്തിൻ്റെ സമാധാനം കെടുത്തുന്നതിന്? ഇവരെ യുദ്ധം തുടങ്ങുന്നവരെ ഇറാൻ അങ്ങോട്ട് ആക്രമണം നടത്തിയിട്ടില്ലല്ലോ. ഇവരെ യുദ്ധത്തിന് ഇറാനെ പ്രേരിപ്പിക്കുകയായിരുന്നില്ലേ, പ്രകോപിപ്പിക്കുകയായിരുന്നില്ലേ? അതല്ലേ ഇവർ ചെയ്തിട്ട്. ഖത്തറിൻ്റെ രാഷ്ട്ര മേധാവി പറഞ്ഞ പോലെ തന്നെ അതാണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതൊന്നും നമ്മുടെ ഈ രാഷ്ട്രീയക്കാരൊക്കെ അവർ വില കുറഞ്ഞ തമാശകളുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇതിൻ്റെ എല്ലാ ജിയോ പൊളിറ്റിക്സും ഹമാസിനെ പറ്റിയും ഒക്കെ പറയാറുള്ള ഇവർ ഇപ്പോൾ പാലസ്റ്റീനെക്കുറിച്ച്, പാലസ്റ്റീൻ സ്വാതന്ത്ര്യം, നമ്മുടെ ആൾക്കാരുടെ 1 കോടി ആൾക്കാരുടെ സ്റ്റേക്കിന് വിധേയമായിട്ട് ഗൾഫ് രാജ്യങ്ങളുടെ സ്ഥിതികളെപ്പറ്റി ഒരൊറ്റ വാക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഇവിടെ സംസാരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ചുമ്മാ ഡീൽ എന്ന് പറഞ്ഞ് നടക്കുക. ഇതിൽ ഏറ്റവും വലിയ ഡീലെന്ന് പറഞ്ഞാൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു ഡീലാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല. ഡീലെന്നും പറഞ്ഞ് ഉമ്മാതെ നമ്മൾ ഭൂതത്തെ കാണുക എന്ന് പറയുന്നത്, സീയിങ് ദ ഗോസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡീൽ പരാജയ ഭീതി കൊണ്ട് പറയുന്നതാണെന്ന് മറുപക്ഷവും പറയുന്നത്. ഡീൽ ഇത് മാത്രമേ കേൾക്കാനുള്ളൂ. നമുക്ക് ഇത്രയും പോസ്റ്റൽ എക്കോണമിയിൽ കൂടെ ഇത്രയും വലിയ സമ്പത്ത് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന, അയച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉറ്റവരുടെ ഉടയവരുടെയൊക്കെ ഭാവിയെപ്പറ്റി ഒരു ചിന്തയും ഇല്ലാത്തതുകൊണ്ടാണ് യുദ്ധത്തെപ്പറ്റിയും ആ യുദ്ധത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്നല്ല. ഒരു വലിയ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരം കയ്യിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ലെന്ന് ആൾഡസ് ഹക്സ്ലി പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ദി മെഗലോമാനിയാക്സ് ആൻഡ് ഇംബൽസൈൽസ് വിൽ കോസ് അൺറിപ്പയറബിൾ ഡാമേജസ് ടു ദ ഹോൾ വേൾഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അത്തരം ഒന്നാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്. ഇതെന്ന് അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. മെറീൻസിനെ ഇങ്ങനെ ഇറാനിലേക്ക് കടത്തി വിട്ടുകൊണ്ട് യുദ്ധം കൂടുതൽ രൂക്ഷമാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മറുവശത്തുകൂടി ഇപ്പോൾ ഹൂത്തി ഗറില്ലകൾ കടന്നുകൊണ്ടിരിക്കുകയാണ് അവരെ നേരിടാൻ. അപ്പോൾ ഇറ്റ് ഈസ് എ കില്ലിംഗ് ഫീൽഡായിട്ട് മാറിക്കഴിഞ്ഞാൽ തിരിച്ചടിക്കും ഇറാൻ. തിരിച്ചടിക്കുന്ന എവിടെയാണെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ ഗൾഫിലെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും, അവിടുത്തെ ഡീസലൈനേഷൻ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം നടത്തും എന്ന് പറഞ്ഞാൽ കുടിവെള്ളം എന്ന് പറയുന്നത് ഡീസലൈനേഷനിലൂടെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കടൽ വെള്ളം ശുദ്ധമാക്കി എടുക്കുക. അതല്ലാതെ വേറെ അവിടെ നമ്മളെപ്പോലെ നദികളോ അരുവികളോ കിണറുകളോ ഇല്ല. വെള്ളം തൊണ്ട നനയാതെ ആൾക്കാർ മരിക്കുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ആ ഒരു സ്ഥിതിയെക്കുറിച്ച് ആരെങ്കിലും ഇവിടെ രാഷ്ട്രീയക്കാർ ചിന്തിക്കുന്നുണ്ടോ? നാളെ ഇവിടെ ഭരിക്കുന്ന ആൾക്കാർ നാഴികയ്ക്ക് 40 വട്ടം അവിടെ ഗൾഫിൽ പോവുകയും എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചു വന്ന് വരികയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ അതിനെപ്പറ്റി ഒരു വാക്ക് ഇപ്പോൾ പറയുന്നില്ല. ലോക കേരള സഭയുണ്ട് അവിടെ നിന്നാണ് പറഞ്ഞത്. അവരെന്ത് ചെയ്തു നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്? ചുമ്മാ ഒരു കത്ത് പ്രധാനമന്ത്രിക്ക് അയച്ചാൽ മതി. നാഴികയ്ക്ക് 40 വട്ടം പോയിരിക്കുന്ന ആൾക്കാരെന്താ ഇപ്പോൾ അവിടുത്തെ ആൾക്കാരെ വിളിച്ചൊന്നും സംസാരിക്കാത്തത്? പ്രധാനമന്ത്രിക്ക് കത്ത് വെച്ചു, എൻ്റെ ഉത്തരവാദിത്വം തീർന്നു എന്നാണ് വിചാരിക്കേണ്ടത്. വല്ലാത്ത അരക്ഷിതാവസ്ഥയിലാണ് നമ്മുടെ ഗൾഫിലെ സഹോദരങ്ങൾ. അവരുടെ ഫണ്ട് മാത്രം പോരാ, അവരുടെ സുരക്ഷയും വളരെ പ്രശ്നമാണ്. അപ്പോൾ അതിലേക്കൊക്കെ ശ്രദ്ധ തിരിയേണ്ടതായിട്ട് വരും. അത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇലക്ഷനെയും സ്വാധീനിക്കുന്ന ഒരു ഘടകം കൂടിയായിരിക്കും. രണ്ടും തമ്മിൽ ഒരു ഡീലുണ്ട്, ഒരു ബന്ധമുണ്ട്. ആ കാര്യം മറക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.